നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് തക്കിയ, അല്ലെങ്കിൽ ഒരു നുണ ഇങ്ങനെ പല ആവർത്തി ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് പടച്ചുവിടുന്നു. അത് ഈ കൂട്ടരുടെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്താങ്ങുന്ന, അവരുടെ അച്ചാരം പറ്റി ജീവിക്കുന്ന മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുന്നു. അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയക്കാർ അത് ഏറ്റുപിടിക്കുന്നു. അതിനുള്ള എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നു. അവർ അതിനുള്ള എല്ലാവിധ പ്രൊപ്പഗണ്ട മിഷണറീസും അത് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അത് പൊതുസമൂഹത്തിലേക്ക് ആ നുണ ഇങ്ങനെ പല ആവർത്തി ഇഞ്ചെക്ട് ചെയ്ത് അത് വിശ്വസനീയം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. സത്യാവസ്ഥ പൊതുസമൂഹം അറിയുമ്പോഴേക്കും അവർ പലപ്പോഴും തങ്ങളുടെ അജണ്ട നടപ്പാക്കിയിട്ടുണ്ടാകും. ഈ ഒരു തന്ത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പയറ്റുന്ന ഒരു ഒരു ചതിയാണ്, ഒരു തന്ത്രം തന്നെയാണ്. അതിന് ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കേരളത്തിലെ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഭവ വികാസങ്ങളിൽ കണ്ടത്. പച്ച നുണ, നമ്മൾ നട്ടാൽ കുരുക്കാത്ത നുണ എന്നൊക്കെ പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് ഈ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഈ SDP നേതൃത്വത്തിൽ അവിടെ നടന്ന ആ ഒരു പ്രശ്നം. മാത്രമല്ല, ആ കുട്ടിയുടെ പിതാവ് പലപ്പോഴും ഫേസ്ബുക്കിലൂടെ ആ സ്കൂളിനെതിരെ നടത്തിയ പല ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ, ആ സ്കൂളിലെ സിസ്റ്റർ ഹിജാബ് കണ്ടാൽ പേടിച്ചു പോകുന്നു എന്ന രീതിയിൽ സിസ്റ്റർ പറഞ്ഞു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, ആ കുട്ടിയെ പുറത്തു നിർത്തി എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, അങ്ങനെ പച്ച നുണ ഇങ്ങനെ പടച്ചുവിടുന്നു. അത് ചിലരൊക്കെ ഏറ്റുപിടിക്കുന്നു. അത് വിശ്വസനീയം എന്ന രീതിയിൽ, അത് തോന്നുന്ന രീതിയിൽ ചിലർ അങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നു, മന്ത്രിമാർ ഏറ്റെടുക്കുന്നു, ഭരണകൂടം പോലും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പച്ച നുണ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതിലൂടെ ഇവർ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്, ഇതിൻ്റെ ഒരു തന്ത്രങ്ങൾ എന്തൊക്കെ, ഇതിനെ എത്തരത്തിൽ മതേതര സമൂഹത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള തക്കികളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അത് കേരളത്തിലായിക്കോട്ടെ, ദേശീയ തലത്തിലായിക്കോട്ടെ, അന്താരാഷ്ട്ര തലത്തിലായിക്കോട്ടെ, ഈ വിഷയങ്ങളാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ ശ്രീ അമൽ സിറിയക്, ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ, ഈ സെന്റ് റീത്താസ് സ്കൂളിലെ ആ ഹിജാബ് വിവാദം, ആ ഒരു വിഷയത്തിൽ ഒരു പ്രവാചക ധീരതയോടെ സ്കൂൾ മാനേജ്മെന്റിനൊപ്പം നിന്ന്, സത്യത്തിനോടൊപ്പം നിന്ന് ശബ്ദമുയർത്തിയ വൈദികനാണ് അങ്ങേ ആദ്യമേ തന്നെ അതിനായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു വിഷയം കെട്ടടങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും മറ്റൊരു നുണയുമായി ഈ കൂട്ടർ രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് ആ കുട്ടി സ്കൂൾ മാറുന്നു, മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാൻ പോകുന്നു, ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പോലും വീണ്ടും ഇങ്ങനെ നുണ പടച്ചുവിടുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ നുണ പടച്ചുവിടുന്നതിലൂടെ ഇവർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇവരുടെ അജണ്ടകൾ എന്തൊക്കെ? ഫാദർ ജോഷി മയ്യാറ്റിൽ. ജോർജ്, ഇവിടെ പള്ളുരുത്തിയിലേത് പക്ഷേ ചിന്താശേഷിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലായ നുണകളാണെന്നുള്ളതാണ്. അതാണ് എനിക്ക് ആദ്യമേ പറയാൻ. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യർക്ക് ഇവര് പറയുന്നതെല്ലാം നുണയാണെന്ന് വളരെ 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 വ്യക്തമായിരുന്നു. ഇവിടെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളില് ഇവര് പടച്ചുവിട്ട നുണകൾ പലതാണ്. ഒന്ന്, വളരെ വ്യക്തമായും ഈ ഹെഡ് മിസ്ട്രസ്, അത് ഒക്ടോബർ 17 ഈ കുട്ടിയുടെ ബാപ്പയായ അനസ് മാധ്യമങ്ങളോട് പറഞ്ഞ പച്ചക്കള്ളമാണ്. ഹെഡ് മിസ്ട്രസ് കുട്ടി ഹിജാബിട്ട് വരുമ്പോൾ മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ആ കള്ളം. എപ്പോഴെങ്കിലും അവിടുത്തെ ആ പ്രിൻസിപ്പല് കുട്ടികൾ ഭയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴായിരുന്നു, ഏത് കാര്യമായിട്ട് കണക്ട് ചെയ്ത? അത് ആ സിസ്റ്റർ എലീനയുടെ മാധ്യമങ്ങളോടുള്ള സംസാരം കേട്ടാൽ മനസ്സിലാകും. അതായത്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് SDPI ഭീകര ശക്തികൾ ആ സ്കൂളിലേക്ക് ഇടിച്ചു കയറി വന്ന് മൊബൈല്, അവിടെ ഒരു ബ്ലോഗറെയൊക്കെ കൊണ്ടുവന്ന് ബഹളം കാണിച്ച അന്ന്, അത് കുട്ടികളെല്ലാവരും ക്ലാസ് നടക്കേണ്ട സമയമാണ്. കുട്ടികളെല്ലാവരും ഭയപ്പെട്ടു. അവിടെ ജനലും വാതിലൊക്കെ അടക്കേണ്ടി വന്നു. അതിനു മുൻപ് തന്നെ ഈ ബാപ്പ വന്ന ഒരു ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ ബഹളം, അതെല്ലാം കുട്ടികളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അപ്പോ സത്യത്തിൽ ഭീകര പ്രവർത്തനമാണ്
അവിടെ കുട്ടികളെ ഭയപ്പെടുത്തിയത്. ഹിജാബല്ല, ഭീകര പ്രവർത്തനം, അതായത് ഭീഷണി ഉയർത്തല്, ഭയമുളവാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങള്, അതെല്ലാമാണ് അവര് ഭയപ്പെടുത്തിയത്. അക്കാര്യം റവറൻ സിസ്റ്റർ ഹെലീന വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അതിനെയാണ് തക്കിയ പ്രയോഗത്തിലൂടെ ഈ നുണയുടെ ആളെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഒരു മഹാനുണയനാണെന്ന് പറയേണ്ടി വരും. വളരെ വ്യക്തമാണ്, മഹാനുണയൻ. അതില് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഹിജാബ് കണ്ടാൽ കുട്ടികൾ ഭയപ്പെടുന്നു. അതായിരുന്നു ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, പുറത്തു നിർത്തി വെയിലത്ത് നിർത്തി പുറത്തു നിർത്തി വെയിലത്ത് നിർത്തി ആ കുട്ടിയെ ഒക്ടോബർ 7-ാം തീയതി അവർ തിരഞ്ഞെടുത്ത അവരുടെ ഓപ്പറേഷൻ പള്ളുരുത്തിയുടെ ദിവസം, ഓപ്പറേഷൻ പള്ളുരുത്തി ചാടി വീണത്, അത് അന്ന് കുട്ടിയെ ഒരിക്കൽ മാത്രം ചാടി വീഴ്ത്തിയതാ. അതും ഒരു ഭീകരപ്രവർത്തനം തന്നെയായിരുന്നു. കാരണം 4 മാസം അവര് ആ സ്കൂളിൽ കുട്ടിയെ യൂണിഫോം അനുസരിച്ച് വിട്ടിട്ട് അന്നാണ് കുട്ടിയെ ഈ ഹിജാബും ധരിപ്പിച്ചു വിടുന്നത്. പക്ഷെ അന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു. പക്ഷെ കുട്ടിയെ ഫുൾ ടൈം, അന്ന് ആർട്സ് ഡേ ആയിരുന്നു, പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ അനുവദിച്ചു. സെക്കൻഡ് ഡേ ആർട്സ് ഡേ ആയിരുന്നു, കുട്ടി വീണ്ടും അതേ വേഷത്തിൽ വരുന്നു, മാതാപിതാക്കൾ വിളിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, കുട്ടിയുമായി തിരികെ പോകുന്നു. ഒരിക്കലും കുട്ടിയെ പുറത്തു നിർത്തിയിട്ടില്ല. മാത്രമല്ല ഈ CCTV ദൃശ്യങ്ങളിലും അതിന് സാധൂകരിക്കുന്ന തെളിവൊന്നുമില്ല അല്ലെ? പുറത്തു നിർത്തി എന്നുള്ളതിന്റെ തെളിവൊന്നും CCTVയിലും ഇല്ല. ഒരിക്കലും ഇല്ല. നമ്മുടെ വാദത്തിനുള്ള എല്ലാ തെളിവുകളും അവിടെ ഉണ്ടല്ലോ, അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തല്ലോ. ഇതൊക്കെ കൊണ്ടാണല്ലോ കോടതിക്ക് ബോധ്യപ്പെട്ട ഈ കാര്യങ്ങള്. ഇവർ പറയുന്നതിലൊന്നും ഒരു കഥയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നോട്ടീസ് അത് അടിസ്ഥാനരഹിതമാണ്, അതും തക്കിയയാണ്. അത് ഓർക്കണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നോട്ടീസ് ഒരു തക്കിയയായിരുന്നു. അത് തയ്യാറാക്കിയത് മട്ടാഞ്ചേരി AEOയിൽ നിന്നുള്ള ഒരു 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 ആളാണെന്നാണ്. ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷെ എഴുതി കൊടുത്തതും തക്കിയ തന്നെ. ഇനി ഇത് വച്ചിട്ട് മന്ത്രി പറഞ്ഞതും ഇത് തന്നെ അല്ലേ? ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ പിന്നീട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ ആ വ്യക്തി ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ആദ്യം അദ്ദേഹം സ്കൂളിന് ന്യായമുണ്ട് എന്ന് കണ്ട് കൃത്യമായി സ്കൂളിനെ കുറിച്ച് കൃത്യമായി അവലോകനം നടത്തി. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടിയതും പിന്നീട് മുഴുവൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു പച്ചക്കള്ളം തുടർച്ചയായി. അപ്പോഴ് ഇതിന്റെ എല്ലാം ഫലം അവരനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ജോർജ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്ത രീതിയും അവിടെയും നമുക്കൊരു തക്കിയ ദർശിക്കാൻ സാധിക്കില്ല. അതായത് ഏറ്റവും ആദ്യം ഈ സ്കൂളിന്റെ ആ ഒരു ഹർജി, റിട്ട് പെറ്റീഷൻ കോടതി ഫയലിൽ സ്വീകരിക്കുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ആ സ്വീകരിച്ച ദിനത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പരാമർശം, അത് സ്കൂളിന് തിരിച്ചടിയാണ്. സ്കൂളിനെ കോടതി ചെവിക്ക് പിടിച്ചു, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പ്രവേശിക്കാമെന്ന രീതിയിൽ കോടതി പരാമർശമുണ്ടായി എന്ന രീതിയിൽ വീണ്ടും ഒരു തക്കിയ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ വലിയൊരു അജണ്ട നമുക്ക് സംശയിക്കാൻ സാധിക്കില്ലേ? കോടതി നടപടികൾ പോലും ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ. ജോർജ്, ഇന്നത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പച്ചക്കള്ളത്തിന്റെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്, തക്കിയയുടെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്. ഒരു സംശയം വേണ്ടത്. അതിന് ഏറ്റവും നല്ല തെളിവാണ്, നമുക്ക് എണ്ണം ഇട്ട് പറയാൻ കഴിയും. ഏറ്റവും നല്ല തെളിവാണ് ഈ പള്ളുരുത്തി ഓപ്പറേഷൻ. SDPIയുടെ നേതൃത്വത്തിൽ നടത്തിയ പള്ളുരുത്തി ഓപ്പറേഷനിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയാണ് തക്കിയ പ്രചാരണം നടന്നത്. പിന്നീട് നടന്നത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെയാണ്. പിന്നീട് നടന്നത് രാഷ്ട്രീയക്കാരിലൂടെയാണ്. എന്തിന്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ഒരു തക്കിയയും കൊണ്ട് സ്വന്തം പോസ്റ്റില്, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൊണ്ടുപോയത് ഓർക്കുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ പച്ചക്കള്ളം ഇവരൊക്കെ അനുഭവിക്കാൻ പോവുകയാണ്. പച്ചക്കള്ളം ഇവിടെ വാരി വിതറിയ എല്ലാവരും അനുഭവിക്കാൻ പോവുകയാണ്. ഒന്നുമില്ലേ, തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ ജോർജി, തമ്പുരാൻ കർത്താവ് ഉണ്ടല്ലോ. അതുകൊണ്ട് തക്കിയ പ്രചാരകരെ തീർച്ചയായിട്ടും
സത്യം വേട്ടയാടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അതായത് സിസ്റ്റർ ഹെലേനയുടെ ആ ഒരു മുഖം അത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയൊരു ഉദാഹരണം തന്നെയാണ് സിസ്റ്ററിന് റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബ് പ്രിൻസിപ്പൽ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തപ്പോൾ അതിനെപ്പോലും ട്രോളുന്ന രീതിയിൽ അതിനെപ്പോലും അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പല പോസ്റ്റുകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എനിക്കൊന്ന് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ വളരെ അസഹിഷ്ണുതയോടെ ഈ ഒരു അവാർഡിനെ നോക്കിക്കാണുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരു സമീപനം. അപ്പോൾ ഈ സിസ്റ്റർ ഹെലേനയുടെ ആ ഒരു ഫോട്ടോയാണോ അല്ലെങ്കിൽ സിസ്റ്റർ ഹെലേന എന്ന് പറയുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ സിസ്റ്റർ ഹെലേന മുന്നോട്ട് വെച്ച ആ ആർജവത്തോടെയുള്ള അല്ലെങ്കിൽ ആ നട്ടലോടുകൂടിയുള്ള ആ ഒരു നിലപാടാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഫാദർ ജോഷി മൈൻഡ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബ് പോലുള്ള ഒരു പ്രസ്ഥാനം ഈ വിഷയങ്ങൾ കൃത്യമായി, ഇത് പൊതുസമൂഹത്തിന്റെ ലക്ഷണമാണ്. ഈ റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ ഈ ഒരു അവാർഡ് പ്രഖ്യാപനം സത്യത്തിൽ പൊതുസമൂഹത്തിന്റെ ഈ മനസ്സാണ് കാണിക്കുന്നത്. അതായത് തക്കിയകൾ കൊണ്ടൊന്നും ഈ പൊതുസമൂഹത്തിന്റെ കണ്ണുമറയ്ക്കാനാവില്ല, എല്ലാവരും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ തീരുമാനം. അവര് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ അതിന്റെ ഭാരവാഹികളെ വിളിച്ചിരുന്നു. ഇനി അവര് പറഞ്ഞത് ബോൾഡ് ഡിസിഷൻ എന്നാണ്, ബോൾഡ് ഡിസിഷൻ. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ടു അക്കഡമിക് ഡിസിപ്ലിൻ ഈ പദങ്ങളൊക്കെയാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ അത്രയ്ക്ക് ഗൗരവമായിട്ട് പൊതുസമൂഹം ഇതിനെ കണ്ടു. തീർച്ചയായിട്ടും സിസ്റ്റർ ഹെലീനയുടെ പ്രസ്താവനകൾ എല്ലാവരും അത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. കാരണം ഒരു വാക്ക് പോലും മീഡിയയോടൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത ഒരു സിസ്റ്ററാണെന്ന് ഓർക്കണം. മീഡിയയോടൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത സിസ്റ്ററാണ്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ആ നാവിൽ നിന്നും വന്ന ഒരു വാക്ക് പോലും പാഴായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ മുഖത്തുണ്ടായിരുന്ന ചിരി, അത്രയ്ക്ക് ടെൻഷനുള്ള സമയത്തും അതുപോലെ ബോൾഡായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ആ സിസ്റ്റർ പ്രിൻസിപ്പലില് വളരെ വ്യക്തമായിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരുട്ടിന്റെ ആത്മാക്കൾ അവരുടെ ഇരുട്ട് അത് അല്പനേരത്തേക്ക് ചുറ്റുപാടുകളെ അന്ധകാരമാക്കുകയുള്ളൂ. അപ്പോ ഏതായാലും വരികയാണ് ആ വെളിച്ചത്തിലേക്ക്. ഇവരൊക്കെ സുബോധത്തിലേക്ക് വരും. ഇവരെല്ലാവരും സുബോധത്തിലേക്ക് വരും തീർച്ചയായും. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മള് എല്ലാവരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും. എല്ലാവരിലേക്കും സത്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം. അത് അനസിലേക്കായാലും അത് ഈ പറഞ്ഞ മീഡിയയിലേക്കായാലും സോഷ്യൽ മീഡിയയിലേക്കായാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങളിലേക്കായാലും ഈ രാഷ്ട്രീയക്കാരിലേക്കായാലും, പ്രത്യേകിച്ച് രാജു പി നായർ പോലെയുള്ള തൃപ്പൂണിത്തുറയിലെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോൾ എഴയുകയാണ്. നോക്കണം, ഈ തക്കിയകൾക്ക് തങ്ങളെ തന്നെ ആരൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാവരും വലിയ കഷ്ടത്തിലേക്ക് പോകും. കാരണം നുണയ്ക്ക് അധിക നാള് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എഴയുകയാണ് അദ്ദേഹം, വലിഞ്ഞെഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വളരെ വ്യക്തം. അച്ഛാ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് ഏത് ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കോട്ടെ ഒരു അധിനിവേശമാണ്, ഒരു അതിക്രമമാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഈ അടുത്ത നാളുകളിലായിട്ട് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ ഇരകളാക്കപ്പെടുന്ന പല സംഭവങ്ങളുടെയും സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ സമൂഹത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ ക്രൈസ്തവർ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ എങ്ങനെ ക്രൈസ്തവർക്ക് വിവേകത്തോടു കൂടി അത് തിരിച്ചറിയാൻ കഴിയണം? ഫാദർ ജോഷി മൈൻഡ്. ഇത് ഞാൻ പറയുന്നത് ക്രൈസ്തവരെ കുറിച്ചല്ല കേട്ടോ, ഞാൻ പറയുന്നത് പൊതുസമൂഹത്തെ കുറിച്ച്. ഞാൻ ഇതുവരെ സംസാരിച്ച മുഴുവൻ പൊതുസമൂഹത്തെ കുറിച്ചാണ്. ഇനിയും ഞാൻ അങ്ങനെ പറയുള്ളൂ. പൊതുസമൂഹം കണ്ണും കാതും തുറന്നിരിക്കണം. അല്പം നമ്മുടെ ചിന്താശേഷിയെ കൂടി ഉണർത്തണം. ഒരാൾ പറയുന്ന കാര്യം അതിൽ എന്തുമാത്രം സത്യമുണ്ട്, അതിൽ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഒന്ന് പൊതുസമൂഹം മുഖ്യധാര മീഡിയകളെ ആയാലും സോഷ്യൽ മീഡിയകളെ ആയാലും പ്രത്യേകിച്ച് ഭീകര ശക്തികളുടെ പിന്തുണയോടുകൂടി
മുന്നോട്ട് വരുന്ന വ്യക്തികളെ ആയാലും, അത് രാഷ്ട്രീയക്കാരുൾപ്പെടെ, ഇപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായ രാജു പി നായർ, ഇങ്ങനെയൊക്കെ ഉള്ളവര് അവരുടെ ഇടപെടലുകൾ, സംസാരങ്ങൾ അത് വളരെ കൃത്യമായി നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യണം. ഒന്ന്. രണ്ട്, പൊതുസമൂഹം അല്പം കൂടി, അത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായി, ക്രൈസ്തവർക്ക് അവിടെ ക്രൈസ്തവരെ കുറിച്ച് കൃത്യം പറയണം. നിലവിലുള്ള നിയമത്തെ ഉപയോഗിക്കാൻ, നിയമപരമായ സഹായം തേടാൻ നമ്മൾ ഇനിയും ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഏതാണ്ട് ഒരാഴ്ച, 1.5 ആഴ്ചയോളം ബഹുമാനപ്പെട്ട ആ സിസ്റ്റർ പ്രിൻസിപ്പലിനെ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായി ഡിജിറ്റൽ സ്പേസിൽ ആക്രമിച്ചു. ഒരു മനസാക്ഷിയുമില്ലാത്തവർ, സത്യത്തോട് ഒരു ബന്ധവും പുലർത്താത്തവർ. പക്ഷേ എന്തുകൊണ്ട് ഒരു കേസ് ഇതുവരെ അവർ കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ക്രൈസ്തവ സന്യാസിനികൾ ആ ചോദ്യം ഗൗരവമായി എടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് കർത്താവ് ക്ഷമിക്കട്ടെ, അവർക്ക് സുബോധം ലഭിക്കട്ടെ, അവർക്ക് വെളിവുണ്ടാവട്ടെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന മാത്രം പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലെ മലീമസമാകുന്ന അന്തരീക്ഷം, മലീമസമാകുന്ന തക്കിയകൾ കൊണ്ട് മലീമസമാകുന്ന നിമിഷങ്ങളിൽ നൈയാമികമായ സഹായം തേടാൻ ക്രൈസ്തവരും പൊതുസമൂഹവും തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. വളരെ നന്ദി ഫാദർ ജോഷി മയ്യാറ്റിൽ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ച വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ പള്ളുരുത്തി, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള തിരിച്ചറിവുകൾ പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സ്നേഹവും സാഹോദര്യവും തിരിച്ചറിയണമെങ്കിൽ അനസ് തന്നെ മുമ്പോട്ട് വന്ന് ഈ പബ്ലിക്കിനോട് അവർ അദ്ദേഹത്തോട് ചെയ്തതെന്ത് എന്ന് പറയട്ടെ. തക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് സത്യം എന്ത് എന്ന് പറയട്ടെ. ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കാണിച്ചിട്ടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഔദാര്യം അനുഭവിക്കുന്ന അനസ് അത് പബ്ലിക്കായി വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ കൊടിയ പാപമെല്ലാം നീങ്ങും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ നന്ദി അച്ഛാ. ഈ ഒരു ഘട്ടത്തിൽ ഷെക്കീന ബിഗ് ഡിബേറ്റിൽ അങ്ങ് സൂചിപ്പിച്ച ഓപ്പറേഷൻ പള്ളുരുത്തി, അതിൽ നിന്നും പൊതുസമൂഹം പാലിക്കേണ്ട ഒരു ജാഗ്രത, തിരിച്ചറിവുകളെ കുറിച്ചുള്ള അങ്ങയുടെ വിലയേറിയ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി അച്ഛാ. ഡോക്ടർ ജോസ് ജോൺ മലയിശ്ശേരി, നേരത്തെ ഫാദർ ജോഷി മയ്യാറ്റിൽ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഈ തക്കിയ ആ ഒരു വിഷയത്തിലെ കേരളത്തിലെ ഏറ്റവും അവസാനമായി ഈ കൂട്ടർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ നടപ്പാക്കിയ ഒരു സംഭവം, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളിനെ പറ്റി വിശദീകരിക്കുകയായിരുന്നു. എന്താണ് അവർ അതിൻ്റെ അകത്ത് കാണിച്ച ഒരു അജണ്ട എന്നതിനെപ്പറ്റി. നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ, അങ്ങ് അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് വിഷയമായിക്കോട്ടെ, മറ്റ് പല വിഷയങ്ങളായിക്കോട്ടെ, യൂറോപ്പിൽ നടക്കുന്ന പല അധിനിവേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, ഈ തക്കിയ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഡോക്ടർ ജോസ് ജോൺ മലയിശ്ശേരി? ഈ സ്കൂളിലെ പ്രിൻസിപ്പളിന് നേരെ ഇവർ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് അവരൊരു റവറൻ സിസ്റ്റർ ആയതുകൊണ്ടാണ്. കാരണം അവർ ചെയ്ത ഒരു തൊഴിലാണ്. അവർ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു തൊഴിലാണ്. അവർ സീറ്റിലിരിക്കുന്ന ആളാണ്. ആ തൊഴിലിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിൽ യൂണിഫോം ഇൻസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ സിസ്റ്ററിന്റെ ജോലിയാണ്. സിസ്റ്റർ അല്ല യൂണിഫോം ഡിസൈൻ ചെയ്യുന്നത്. യൂണിഫോം ഡിസൈൻ ചെയ്യുന്ന മാനേജ്മെന്റാണ്. മാനേജ്മെന്റിന് ഒരു പോളിസിയുണ്ട്. അതൊരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച ഒരു സ്കൂളാണ്. ആ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച സ്കൂളിന് ഒരു പോളിസിയുണ്ട്. ആ പോളിസി ആ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഒരേപോലെ ഇരിക്കണം എന്നുള്ളതാണ്. അവരുടെ ജാതിയോ മതമോ ഒന്നും തിരിച്ചറിയരുത്, അവര് ഒരേപോലെ വളരണം എന്നതായിരുന്നു ആ മാനേജ്മെന്റ് താല്പര്യം. ആ മാനേജ്മെന്റ് താല്പര്യം നടപ്പാക്കാൻ ഇരുത്തിയ ആളാണ് സിസ്റ്റർ. സിസ്റ്റർ തൊഴിലാളിയാണ്.
ആ തൊഴിലാളിനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി വന്നിട്ട് തെറി വിളിച്ചതെന്ന് നോക്കണം. സിസ്റ്റർ ഒരു തൊഴിലാളിയാണ്, അവരൊരു തൊഴിൽ ചെയ്ത ആളാണ്. അപ്പൊ അവരുടെ ജോലി അവരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് അവർ ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അവരവരുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ നടപ്പാക്കിയതല്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, ഈ തക്കിയ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരം സിസ്റ്റർ ക്രിസ്ത്യാനികളുടെ എന്തോ താല്പര്യങ്ങളും മുസ്ലിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇവർ പറയുന്നത്. ഇത് സ്കൂളിന്റെ പോളിസിയാണ്. സ്കൂളിന്റെ പോളിസി, ആ മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള പോളിസി, ആ പോളിസി സിസ്റ്റർ ഇരിക്കുന്ന ജോലിയുടെ ഭാഗമായി സിസ്റ്റർ നടപ്പാക്കി. അപ്പൊ അച്ഛൻ ആ പ്രയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ്. ഓപ്പറേഷൻ പള്ളുരുത്തി എന്ന് പറഞ്ഞ വാക്ക് വളരെ കറക്റ്റാണ്. അവർ ഒക്ടോബർ 7 എന്ന് പറഞ്ഞ ദിവസത്തിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്ത കുട്ടിയുടെ അച്ഛൻ പങ്കാളിയായിട്ടുള്ള സംഘടനയും ചേർന്ന് പ്ലാൻ ചെയ്തെടുത്ത വലിയ ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ ഈ പറയുന്ന ഈ ഓപ്പറേഷൻ പള്ളുരുത്തി ചെയ്തവർക്കിട്ട് ഏറ്റവും നല്ല തിരിച്ചടി കൊടുത്തത് ആരാണെന്ന് അറിയാമോ? ആ സ്കൂളിൽ പഠിക്കുന്ന ബാക്കി മുസ്ലിം കുട്ടികളാണ്. അവിടെ ഈ പറയുന്ന ഈ ഒരു കുട്ടി മാത്രമല്ല അവിടെ പഠിച്ചത്. അവിടെ 140 കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ഏതോ ഒരു കുട്ടി DC വാങ്ങിയെന്ന് പറയുന്നു. വാങ്ങിയില്ലോ നമുക്കറിയാം. ബാക്കി 138 പേര് അവിടെ പഠിക്കുന്നുണ്ട്. ഈ 138 പേർക്കില്ലാത്ത എന്ത് മതമാണ് ഈ കുട്ടിക്ക് മാത്രം ഉള്ളത്? അപ്പൊ ഇവിടുത്തെ മുസ്ലിം സമുദായം മുഴുവൻ ഇത്തരക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് വളരെ ചുരുക്കം ആളുകളുടെ മാത്രം ഒരു ക്രിമികടിയാണ്. ഇത് അതിനിടയിലൂടെ ചിലപ്പോൾ പരന്നു പോയിട്ടുണ്ടാവും. ഇവർ ഉണ്ടാക്കുന്ന ഈ മത തീവ്രവാദം എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരുടെ ഒരു ക്രമീകരണയാണെന്നുള്ളത് ബാക്കിയുള്ള മുഴുവൻ കുട്ടികളും അവിടെ ആ സ്കൂളിന്റെ ഡിസിപ്ലിനും നിയമവും അനുസരിച്ച് പഠിക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു സംഗതിയാണ്. ഇതാ കുട്ടിയെ ബലിയാടാക്കിയതാണ് അച്ഛൻ. ആ കുട്ടിക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. 13 വയസ്സൊരു കുട്ടിയാണ്. കുട്ടികളെ മുൻനിർത്തി ഈ പരിപാടി നടത്തുന്നു. ഇവർ ഇവിടെയാണെങ്കിലും ഗാസയിലാണെങ്കിലും ഇതേ പണി നടത്തുന്നു. വെടിയുണ്ടകൾ വരുമ്പം ഗാസയിൽ കുഞ്ഞുങ്ങളെ പറിച്ച് മുൻപിൽ നടത്തുന്നു. എന്നിട്ട് പറയുന്നു ഇസ്രായേൽക്കാർ കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്നു. അത് വേറൊരു തരം തക്കിയ. ഇന്നലെ ഇസ്രായേൽ തക്കിയ വലിയൊരു തക്കിയുണ്ട്. അവിടെ ഒരു ശവശരീരം, ഇവർ ചെയ്യുന്നത് ഈ ശവശരീരങ്ങളെയൊക്കെ ഒരു പീസാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന ശവശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം 2 വർഷം കഴിഞ്ഞ് ബോഡീസ് ആണ്. അതിനകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇവര് ആ നശിച്ചു പോയ ബോഡിയോട് പോലും കാണിക്കാവുന്ന മുഴുവൻ അവഹേളനവും കാണിച്ചതിന് ശേഷം ഇവർ തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തത്, അവര് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം, അത് ഒരു പീസാണ്. ആ പീസിന്റെ ബാക്കി പീസ് ഇസ്രായേൽക്കാർ നേരത്തെ കൊണ്ടുപോയിരുന്നു. അവർക്ക് നേരത്തെ എസ്കവേറ്റ് ചെയ്യാൻ കിട്ടിയിരുന്നു. ഈ പീസ് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു, എടുക്കുന്നു. എന്നിട്ട് അവിടെ വീഡിയോ എടുക്കുന്നു, റെഡ് ക്രോസിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. റെഡ് ക്രോസിന് മനസ്സിലാവില്ല ഇത് പുതിയ തുണിയാണെന്നുള്ളത്. പക്ഷെ അവർക്ക് പറഞ്ഞിട്ടില്ല. റെഡ് ക്രോസ് ഇവരുടെ ഒത്തു കളിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം ഒരു ക്ലോത്തിനകത്ത്, ആ ക്ലോത്ത് എത്ര നാൾ മണ്ണടി കിടന്നു എന്നുള്ളത് പൊട്ടക്കണനാണ്. ഇവർ കാണുന്നില്ലേ? പുതിയൊരു ക്ലോത്തിനകത്ത് കൊണ്ടുവന്നൊരു ബോഡിയാണ് അതുപോലെ പുറത്തേക്ക് എടുക്കുന്നത്. എന്നിട്ട് റെഡ് ക്രോസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ തന്നതാണെന്ന് പറയുന്നത്. പറയുന്നത് മുഴുവൻ നുണയാണ്. അത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഇക്കൂട്ടർ പറയുന്നത്, ഈ മത തീവ്രവാദികൾ പറയുന്നത് മുഴുവൻ നുണയാണ്. അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഈ പറയുന്ന ഓപ്പറേഷൻ പള്ളുരുത്തിയിൽ വന്ന ആളുകളുടെയും ലക്ഷ്യങ്ങൾ വളരെ വേറെയാണ്. ഇവര് റെവറൻസ് സിസ്റ്റർ ആയതുകൊണ്ട് മാത്രം ക്രിസ്തീയ സമൂഹത്തെ അപമാനിക്കണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ആക്രമണം നടന്നത്. ആ സിസ്റ്ററിന് പകരം അവിടെ ഇരിക്കുന്ന ഒരു ലേറ്റി ആയിരുന്നെങ്കിൽ, ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ ഇതിന്റെ പകുതി ആക്രമണം അവരുടെ നേരെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇവരെ ക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ ജീവിതം സമർപ്പിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതം ഒരു ക്രിസ്തുവിന്റെ സ്നേഹവും വെളിച്ചവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന, വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവര് ജീവിതം സമർപ്പിച്ച ആളാണ്. അവരുടെ ജീവിതം സമർപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കണ്ണിന് വെളിച്ചം നൽകാനാണ്. അവിടെ വെളിച്ചം നൽകാനെന്ന്, അല്ലെങ്കിൽ കണ്ണിലേക്ക് വെളിച്ചം ലഭിക്കാനെന്ന് വ്യാജേന ഒരു കുട്ടി ചെല്ലുകയാണ്. ആ കുട്ടീനെ വ്യാജമായിട്ട് അവിടെ പ്രവേശിപ്പിക്കുന്നു. കണ്ണിന് വെളിച്ചം നിർത്താൻ വേണ്ടി ചെന്നതല്ല. ഈ സിസ്റ്ററിനെ ആക്ഷേപിക്കുവാനും അപമാനിക്കുവാനും കരുതിക്കൂട്ടി ചെയ്യുവാനും വേണ്ടി അവർ മുൻകൂട്ടി ഉപകരണമാക്കിയ ഒരു കുട്ടിയെ അവിടെ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരം തക്കികളെ നമ്മൾ വലുതായിട്ട് വില വെക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് എന്റെ വിചാരം. എന്തൊക്കെ വർത്തമാനങ്ങളാണ്. സിസ്റ്റർ പറഞ്ഞ് ഇംഗ്ലീഷ് തെറ്റിപ്പോയി. അവർ പത്രക്കാരെ ഫേസ് ചെയ്ത് പരിചയമുള്ള ആളൊന്നുമല്ല. അവർ റെസ്പോൺസിന് പകരം റെസ്പോണ്ട് എന്നൊരു വാക്ക് ഉപയോഗിച്ചു പോയി എന്നാ പറയുന്നത്. നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരു മഹാൻ ഗവർണർക്ക് എഴുതി കൊടുത്ത ഔദ്യോഗിക കത്തിൽ 2 സെന്റൻസിനകത്ത് 15 തെറ്റുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് വേണേ ഇന്റർനെറ്റ് പോയിട്ട് നോക്കാം. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. 250 സെലക്ഷൻ കമ്മിറ്റിയോട് കൂടി തെരഞ്ഞെടുത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ PhD അടക്കമുള്ള ഡിഗ്രി നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർക്ക് കൊടുത്ത 2 വരിയുള്ള ലെറ്ററിനകത്ത് 15 തെറ്റുണ്ടായിരുന്നു. ഒരുത്തരും പ്രശ്നമില്ലായിരുന്നല്ലോ. ഇവിടെ പത്രക്കാരുടെ സിസ്റ്ററുടെ വായിക്കാത്ത പോരിട്ട് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് ചാടിപ്പോയ ഒരു വാക്കിനകത്ത് ഒരു വേർഡ് മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പൊക്കി പിടിച്ച് നടക്കാണ്. ഇവരൊക്കെ വലിയ ഇംഗ്ലീഷുകാരാണ്. അപ്പം ഇങ്ങനെ ഓരോരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കുന്നത് വാസ്തവത്തിൽ
ക്രിസ്തീയ സമുദായത്തെ അപമാനിക്കുവാനും അവഹേളിക്കുവാനുള്ള ലക്ഷ്യമായിട്ട് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ഇത് ആ ഒരു സിസ്റ്റർ അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഈ സമുദായമാണ്. അപ്പൊ ഈ സമുദായത്തെ ലക്ഷ്യം, പക്ഷെ അത് എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരിക്കലും അതിനകത്ത് പെടുന്നില്ല എന്നുള്ളത് ബാക്കി അതിനകത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന 138 കുട്ടികൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഈ ഒരു കുട്ടി, അതിന്റെ കൂടെ ഒരു കുട്ടി കൂടി കഷ്ടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പോയില്ലോ നമുക്കറിയാൻ പാടില്ല. ഈ സമുദായത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ട് സമുദായങ്ങളെ പരമാവധി ഭിന്നിപ്പിച്ച് ഈ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ സാധിക്കുമോ എന്ന് വിചാരിക്കുന്ന SDPI കുടിക്കുന്ന ചോരയിൽ നിന്ന് കുറച്ച് തുള്ളി നമുക്ക് കിട്ടുമോ നോക്കുന്ന ഒരു LDF, ഒരു UDF. അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന കാര്യം. ആ ഒലിച്ചു പോകുന്ന ചോരയ്ക്കകത്ത് കുറച്ച് നമുക്ക് കണ്ടാക്കാൻ കിട്ടും. അതാണ് അവര് നോക്കുന്നത്. അപ്പൊ ഇത് ഇവര് ലോകം മുഴുവൻ ചെയ്യുന്ന, ഇസ്രായേലിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. ഇറാനിൽ അവര് ഇറാനിൽ നിന്ന് മിസൈൽ അയക്കുന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നു, എല്ലാ മിസൈലും കിട്ടി, എല്ലാ മിസൈലും ഇസ്രായേൽ വീണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തുണ. അവസാനമായി വീണ മിസൈലിനൊക്കെ ഒരു ട്രോഫി ആയിട്ട് ഇസ്രായേൽ 12 ദിവസം കൊണ്ട് ഒരു ട്രോഫി കൊടുത്തിട്ട് വന്നു. ഇതുപോലെ ഗാസയിൽ നിന്ന് ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു, ഗാസാ ദിനം ആഘോഷിക്കുന്നു. ഇപ്പൊ ഇവർ ആഘോഷിച്ചത് ഗാസാ ദിനമാണ്. ഒക്ടോബർ 7 സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഗാസയിൽ നമ്മൾ ഇസ്രായേലിന് നേരെ വിജയം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ബഹളം കൂട്ടുന്നു. അത് ഒരു നുണ. അതിന് ബാക്കിയായിട്ട് ഇസ്രായേൽ കൊണ്ട് 1 ട്രോഫി കൊടുത്തിട്ടുണ്ട്. ആ ട്രോഫിയെ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അച്ഛനായിരുന്നു സൂചിപ്പിച്ചതുപോലെ ഇവർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് ട്രോഫിയൊക്കെ പുറകെ വരും. ആ ട്രോഫി അവർ തന്നെ വാങ്ങി വെച്ചാൽ മതി. വേറൊരു സംഗതി ഉള്ളത്, ഇവർ ഈ സംഗതി ഇടിയിക്കുന്നത്, ഇപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് ഇടിയിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഒരു കണ്ണ് തുറന്നാൽ മതി എന്നാ പറയുന്നത്. നേരത്തെ 2 കണ്ണ് തുറക്കാമായിരുന്നു. അപ്പം ബാക്കിയുള്ളത് മൊത്തം മൂടി വെച്ചിട്ട് 2 കണ്ണ് തുറന്ന് നടക്കേണ്ട, അത്രയൊന്നും പെണ്ണുങ്ങൾ കാണേണ്ട ആവശ്യമില്ല, ഒരു കണ്ണിൽ കൂടെ കണ്ടാൽ മതി എന്നാ പറയുന്നത്. ഈ ഒരു കണ്ണ് തുറക്കുന്ന വേഷത്തിലേക്ക് എത്തുന്ന വേഷത്തിന്റെ തുടക്കമാണ് ഈ സാധനം. ഇതിട്ട് കൊടുത്തിട്ട് അതിനെ പിന്നെ നീട്ടി പരതായാക്കും, പിന്നെ മുഖത്തൊരു കർട്ടനിട്ട് കൊടുക്കും. അവരുടെ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ തന്നെ ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ അവർ കണ്ടെത്തുന്ന മാർഗമാണിത്. ഇത് അവരുടെ സമൂഹത്തിലുള്ള ആളുകളാണ് തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരല്ല. നല്ല വിദ്യാഭ്യാസം തേടി ഈ സ്കൂളുകളിൽ കുട്ടികൾ എത്തുന്നത് ഈ ഇരുട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ഈ 13 വയസ്സുള്ള കുട്ടിക്ക് ഇതുണ്ടെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ വാപ്പയും അവരുടെ സമൂഹം എല്ലാം കൂടി ആ കുട്ടിയുടെ തലയ്ക്കകത്ത് കുത്തിക്കയറ്റി വെച്ച സാധനമാണിത്. അങ്ങനെ കുത്തിക്കയറ്റി വെച്ച സാധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ SDPI കുട്ടികളുടെ പിന്നാലെ പാഞ്ഞു വരുന്ന ഒരു സീനാണ് നമ്മൾ എറണാകുളത്ത് കണ്ടതെന്ന് മനസ്സിലാക്കണം. വളരെ വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പത്ത്, നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ തക്കിയ, അതിൻ്റെ ഒരു പ്രചാരകരായി മാറുന്നത് മാധ്യമങ്ങളാണ്. അതാണ് ഏറ്റവും വലിയൊരു അപജയം. നമ്മൾ ജനാധിപത്യത്തിന്റെ വൺ ഓഫ് ദി പില്ലർ എന്നൊക്കെ പറയുന്ന ആ മാധ്യമങ്ങളാണ് ഇതിന്റെ പ്രചാരകരായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ ഈ പള്ളുരുത്തി വിഷയത്തിൽ തന്നെ അതാണ് നാം കണ്ടത്. ഒരു കൂട്ടർ അതങ്ങ് എയറിലേക്ക് വിടുന്നു, ബാക്കി പറയുന്ന പല മാധ്യമങ്ങളും, ഈ കൂട്ടരുടെ കൊള്ളൂത്തുകാരായിട്ടുള്ള മാധ്യമങ്ങൾ അതങ്ങ് ഏറ്റുപിടിക്കുന്നു. അത് പള്ളുരുത്തി ആയിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഇസ്രായേൽ വിഷയമായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, അത് ലോകത്തിലെ ഏത് പ്രദേശത്തായിക്കോട്ടെ, അത് വലിയൊരു മാധ്യമ മേഖലയ്ക്ക് തന്നെ അതൊരു അപമാനം തന്നെയല്ലേ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്? തീർച്ചയായും ബഹുമാനപ്പെട്ട മയ്യാറ്റിലച്ചൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. മാധ്യമം, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നാവാകേണ്ടതും സമൂഹത്തിലേക്ക് സത്യം പറയേണ്ടതും. മാധ്യമങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നല്ല, മാധ്യമങ്ങൾ വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ജോർജി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു വളരെ സിമ്പിളായ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വഴിയിലൊരു വാഹനാപകടം നടന്നു, ഒരു കാറ് മറ്റൊരു കാറിനെ ഇടിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ആ ഇടിച്ച കാറ് അമിത വേഗതയിലായിരുന്നു വന്നത്. മറ്റൊരാൾ പറഞ്ഞു അത് റോങ് സൈഡായിരുന്നു വന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ പറയാം. അതുവഴി വന്ന മറ്റൊരാളിത് കേട്ടിട്ട് പോകുന്ന ആൾക്ക് എന്തെങ്കിലും മനസ്സിലാവും? പലരും പല കാരണമല്ലേ പറഞ്ഞത്. ഇതുപോലെ ഉണ്ടായ വസ്തുതയെ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുവാൻ വ്യാജ പ്രചരണങ്ങളുടെ കെട്ടഴിച്ചുകൂടി. ഇപ്പോ പാലായിൽ ഉണ്ടായതായാലും മൂവാറ്റുപുഴയിൽ ഉണ്ടായതായാലും ഒടുക്കം പള്ളുരുത്തിയിൽ ഉണ്ടായതിലും വസ്തുത ചർച്ച ചെയ്യപ്പെടരുത്. മനസ്സിലായോ? വസ്തുത എന്താണെന്ന് പൊതുസമൂഹത്തോട് പറയേണ്ടുന്ന മാധ്യമങ്ങൾ വസ്തുത ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ആസൂത്രിതമായി വ്യാജമായ മറ്റു ചില കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതോടൊപ്പം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നതോടൊപ്പം സംഘടിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പരിശീലനം, ഈ വാക്ക് ഓർത്തോളം, പരിശീലനം സിദ്ധിച്ച ചിലർ, ഞാൻ വളരെ ബോധ്യത്തോടെയാണ് പറയുന്നത്, സംഘടിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പരിശീലനം സിദ്ധിച്ച ചിലർ ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. ഇപ്പോൾ ഇതിന് അനുകൂലമായി, ഈ സിസ്റ്റർക്ക് അനുകൂലമായി
ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു വ്യക്തി കിട്ടുന്നിരിക്കട്ടെ, ആ പോസ്റ്റിന്റെ വസ്തുതയ്ക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു 10 ലൈക്ക് ആയിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അതിനടിയിൽ ഒരു കമന്റ് വരും. ആ കമന്റ് ഈ പോസ്റ്റ് എഴുതിയ ആളെയും പോസ്റ്റിൽ പ്രതിപാദിക്കുന്ന ചിത്രത്തെയും ഒക്കെ വളരെ മോശമായി പറഞ്ഞുകൊണ്ട് മറ്റൊരു ആംഗിളിൽ ഈ വിഷയത്തെ കൊണ്ടുപോകുന്നൊരു കമന്റ് ആയിരിക്കും. നമ്മളൊരു 11 മണിക്ക് ആ കമന്റ് വായിച്ചു, ഒരു 11:30 അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കിയോ, ആ കമന്റിന്റെ അടിയിൽ ഒരു 800, 900, 1000 പേർ ലൈക്ക് ചെയ്തു. എങ്ങനെയാ ജോർജി, എങ്ങനെയാ? അപ്പോൾ ഞാൻ ആ പേജിൽ കയറിയിട്ട് ഈ പോസ്റ്റിനെ അനുകൂലിച്ചൊരു കമന്റ് ഇടാൻ നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് 1000 കമന്റും ഈ പോസ്റ്റിന് എതിരെയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഏതാണ് കൂടുതൽ കയറുന്നത്? പോസ്റ്റിൽ പറഞ്ഞ സത്യമാണോ, കമന്റിൽ വന്ന അസത്യമാണോ? അതായത് പൊതുസമൂഹത്തിന്റെ ചിന്തകളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ വിൽക്കപ്പെട്ടിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ ചിലർ തെറ്റായി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? മുഖ്യധാരാ മാധ്യമം, ഇപ്പോ അത് ഏത് മാധ്യമമാകട്ടെ, മലയാളത്തിലുള്ളതാകട്ടെ, എവിടെയുള്ളതാകട്ടെ, ആ മാധ്യമം പിടിച്ചു നിൽക്കാൻ പരസ്യം തരുന്ന ആ സ്ഥാപനത്തോട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് മാത്രം ആ പരസ്യം കൊടുത്ത് നീതി കാണിച്ചാൽ പോരെ? അല്ലേ? നല്ലെണ്ണ കമ്പനിയുടെ പരസ്യം വാങ്ങിക്കുന്നവൻ അവിടെ നല്ലെണ്ണ വിൽക്കുന്നുണ്ടോ, അവന്റെ പരസ്യം കൊണ്ട് ആ കമ്പനിക്ക് ഗുണം കിട്ടുന്നുണ്ടോ അന്വേഷിച്ചാൽ പോരെ? അവൻ ഏത് സമുദായക്കാരനാണെന്ന് ചിന്തിക്കണോ? അവന്റെ ജാതകം അന്വേഷിക്കണോ? ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പോ അച്ഛൻ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ പള്ളുരുത്തി വിഷയത്തെ ഞാനൊരു മാധ്യമ പ്രവർത്തകനെ, ഇപ്പൊ ഡോക്ടർ അരുണിനെ പോലുള്ള ആളെയൊന്നും കുറച്ച് കാണുന്ന ആളല്ല, അദ്ദേഹത്തിന് കഴിവൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. അപ്പൊ ഞാൻ ഈ ചാനലിൽ ഇത് പറയുകയും അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിലപാട് മാറ്റി പറയുകയും ചെയ്യുമ്പോൾ എന്റെ കാരണം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ജോർജി? അല്ലേ? ഒരു ദിവസം ഒരു നിലപാടെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അത് ഇത്രയും മാത്രം ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഒന്ന് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പേ ആ നിലപാട് മാറ്റിയിട്ട് ഇത്ര മോശമായ രീതിയിൽ പിന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന്. രണ്ട്, ഈ രാഷ്ട്രീയക്കാരൻ അതുകൊണ്ടൊന്ന് ചർച്ചയാകണം. അച്ഛൻ പറഞ്ഞല്ലോ രാജു പി നായരുടെ കാര്യം. രാജു പി നായർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എന്തും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ വിലയിരുത്തലായിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ആരുടെ പ്രതിനിധിയാണ്? മതേതരമെന്ന് അവകാശപ്പെടുന്ന, മതേതര പാർട്ടി എന്ന് ഇനി പറയാൻ കഴിയില്ല, മതേതരമെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, അല്ലെ? അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പിശകുണ്ടെങ്കിൽ ആ പാർട്ടി തിരുത്തണ്ടേ? ആ പാർട്ടിയുടെ സമീപനം, നയം ഇതല്ല എന്ന് പറയണ്ടേ? അവർ പറയാത്തിടത്തോളം കാലം രാജു പി നായർ അല്ല കുറ്റക്കാരൻ, രാജു പി നായരെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ SDP-യെക്കാളും ഇപ്പോ നമ്മുടെ മല്ലികശ്ശേരി സാർ പറഞ്ഞല്ലോ, ഈ ചോര കൂടുതൽ വീഴുമ്പോൾ കുടിക്കാൻ അവര് നിൽക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ തുള്ളിയും കൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കാം, ഒരു നിയമസഭാ സീറ്റിലോട്ട് കയറാമെന്ന് വിചാരിക്കുന്ന കക്ഷികളായി ഇടതും വലതും നിൽക്കുന്നത്. മതേതരം എന്ന് പറയുന്ന പാർട്ടി ഇത്ര മാത്രം ഒരു കാര്യം ചെയ്ത ആളെ തിരുത്തി പറഞ്ഞിട്ടില്ല. അപ്പൊ കോൺഗ്രസിന്റെ മുഖം എന്താ? മതേതരമല്ല. ഇനി ഇടതു പാർട്ടി, ആ മന്ത്രി, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഇല്ലാത്തൊരു മന്ത്രി. ഒരു മന്ത്രിയല്ല, 2 മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്താണെന്ന് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിലൊന്നും പറയേണ്ടത്, അതൊക്കെ ജനത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു മന്ത്രി ഒരു കുട്ടിയെ കയറ്റി ആ വേദിയിൽ നിർത്തിയിട്ട് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ ചർച്ചയാക്കിയതല്ലേ? ഇങ്ങനെ ഒരു വസ്തുതയെ എങ്ങനെ വളച്ചൊടിക്കാം? നമുക്ക് സാധാരണക്കാരന് ഈ ചാനലിന്റെ ചർച്ച കേൾക്കുന്ന ഒരാൾക്കും നാളെ രാവിലെ പത്രം വായിക്കുന്ന ഒരാൾക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്താ ജോർജി? സാധാരണക്കാരൻ വാർത്ത, സത്യം, അല്ലെ? ഒരു വാർത്ത ഉണ്ടായത് അതിന്റെ സത്യമാണ് അവൻ ആഗ്രഹിക്കുന്നത്. പത്രം വായിക്കുന്നത് ആ വാർത്തയുടെ സത്യം അറിയാനാ, ചാനൽ വാർത്ത കാണുന്നത് സത്യം അറിയാനാ. ഇന്ന് വിശ്വസിക്കാവുന്ന ഇത്ര മാധ്യമങ്ങളുണ്ട് ഇവിടെ. ജനങ്ങളുടെ വിശ്വാസമൊക്കെ പോയില്ലേ? ഇതൊരു നേരം പോക്കിന് പത്രം വായിക്കുന്ന രീതിയിലായി. ഇവരുടെ സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു പോകുന്നില്ലേ? എന്തുകൊണ്ടാ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജി, ഒരു വിഷയത്തെ എങ്ങനെ വേണമെങ്കിലും, നമ്മുടെ ഈ ചാനൽ ചർച്ചയുടെ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗീബൽസിയൻ തന്ത്രം, ആ തന്ത്രമൊക്കെ ഏൽക്കുന്ന കാലഘട്ടം പോയി. പക്ഷേ പൊതുസമൂഹത്തെ ഞാനതിവിടെ വളരെ വ്യക്തമുണ്ട്. ഒന്ന്, വിഷയം ലഘൂകരിക്കുക. 2, വിഷയം കരുതിക്കൂട്ടി ഉണ്ടായതല്ല, യാദൃശ്ചികമാണ്, ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വരുത്തി തീർക്കുക. പക്ഷേ കാര്യങ്ങൾ സങ്കീർണമാണ്. മല്ലികശ്ശേരി സാർ പറഞ്ഞില്ലേ, ആ കുട്ടി
കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെ ഇതിനോട് താല്പര്യമില്ലായിരിക്കും. പക്ഷെ ആ കുട്ടിയെ പിന്തുണച്ചു കൊണ്ടുവന്ന രക്ഷകർത്താവും അല്ലെ അതിനോട് അവിടെ വന്ന് പിന്തുണച്ച പാർട്ടിക്കാരും സംഘടിതമാണല്ലോ. അതിനി ഒറ്റപ്പെട്ട സംഭവം, അയ്യോ പള്ളുരുത്തിയിൽ അത് ഒറ്റപ്പെട്ട സംഭവം, SDPക്ക് അതിനകത്ത് പങ്കില്ല, ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്ക് പങ്കില്ല, യാദൃശ്ചികമാണ്, അത് ആ കുട്ടിയുടെയും രക്ഷകർത്താവിന്റെയും മാത്രം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയും? പറ്റില്ലല്ലോ. ഇത് സംഘടിതമാണ്. അത് സംഘടിതമായി അവരുടെ മേൽ ഉത്തരവാദിത്വം വരുമ്പോ അവരിത് യാദൃശ്ചികമാണെന്ന് വരുത്തി തീർക്കാം, ലഘൂകരിക്കും. ചിലത് നിസ്സാരവൽക്കരിക്കുക വിഷയങ്ങളെ, ഗൗരവമേറിയ വിഷയത്തെ മറ്റു ചില കാരണങ്ങൾ തുറന്ന് നിസ്സാരവൽക്കരിക്കും. ഈ നിസ്സാരവൽക്കരിക്കുന്നതിൽ പ്രമുഖർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. രാജു പി നായരെ പോലെ പണ്ട് നമ്മുടെ ഹാഗിയ സോഫിയ വന്നപ്പോ നമ്മുടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങള് എത്ര നിസ്സാരമായിട്ട് അതിനെ ലഘൂകരിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ ക്രൈസ്തവ സമുദായം, ഇവിടെ മതേതര പാർട്ടി എന്ന് പറയുന്ന ലീഗിന് മതേതര മുഖവും മറ്റു സമുദായങ്ങളോട് മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സാദിഖ് അലി തങ്ങൾക്ക് അങ്ങനെ ഒരു ലേഖനം എഴുതാൻ കഴിയുമോ? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ കഴിയുമോ? അപ്പോൾ അത്തരം രാഷ്ട്രീയ നേതാക്കന്മാര്, രാജു പി നായരെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പിന്തുണയ്ക്കുന്നത് ആരെയാ? ഈ തീവ്രവാദികളെ. അച്ഛൻ പറഞ്ഞതുപോലെയും നമ്മുടെ മല്ലികശ്ശേരി സാർ പറഞ്ഞതുപോലെയും ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, അടുത്ത തലമുറയ്ക്ക് മുമ്പ്, അടുത്ത തലമുറയൊന്നും വരെ കാത്തിരിക്കണ്ട, അതിനു മുമ്പ് ഇതിന്റെ വിപത്തുകൾ കേരളം അനുഭവിച്ചു തുടങ്ങും. തിരുത്തേണ്ട സമയമാണ് അത്. നമ്മുടെ സഭാ നേതൃത്വവും നമ്മുടെ യുവജനങ്ങളും പൊതുസമൂഹവും മാധ്യമങ്ങളും തിരിച്ചറിയണം. അത്ര മാത്രമേ എനിക്ക് ഒന്നാം ഘട്ടത്തിൽ പറയാം. വളരെ വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീക്ക്, അങ്ങ് ക്രൈസ്തവരുടെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നമുക്ക് 2021 നമുക്ക് ആ 80-20 ആ ഒരു വിഷയത്തിൽ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ ഇവിടെ വന്ന വളരെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലായിക്കോട്ടെ, ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കാനുള്ള ഒരു പ്രവണത. മാത്രമല്ല, നമുക്ക് ഈ തക്കി അല്ലെങ്കിൽ ഈ നുണ, അതിനെ നമുക്കൊരു ഉടായ്പ എന്ന് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ന്യൂനപക്ഷ കമ്മീഷനിലെ ഒരു അംഗം അനദർ കമ്മ്യൂണിറ്റി എന്നുള്ളത് കമ്മ്യൂണിറ്റി അത് എങ്ങനെയാക്കി മാറ്റി എന്നതും ഈ ഇത്തരത്തിലുള്ള തക്കികൾ അല്ലെങ്കിൽ ഒരു നുണകളുടെയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ക്രൈസ്തവ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ അബദ്ധ പ്രചരണങ്ങൾ, കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നുണ പ്രചരണങ്ങൾ എത്രത്തോളം ആ മേഖലയെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്? അത് ക്രൈസ്തവരുടെ അവകാശങ്ങൾ എത്രത്തോളം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്? ശ്രീ അമൽ ശ്രീ, ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സംഘടിത സംവിധാനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായിട്ടും അവിടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അത് ഇപ്പം പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മളിപ്പോൾ പേടിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ ഇതേ സമയം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മേഖലയിലേക്കുള്ള ആളുകളുടെ വരവിനെ തടയുവാനോ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളെ ആദ്യമേ തടയുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ശരിക്കും നമ്മുടെ വീഴ്ച. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ന്യൂനപക്ഷ വിഷയങ്ങളെയൊക്കെ പഠിച്ചു വരുന്ന സമയങ്ങളിലാണ് ഞാൻ ഈ രാഷ്ട്രീയക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങളും അവരുടെ പ്രവർത്തന പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലും ഈ രാഷ്ട്രീയ മേഖലകളിലും ഒക്കെ തന്നെ ഈ ചില സംഘടിത സംവിധാനങ്ങളുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ തരത്തിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ന്യൂനപക്ഷ ഈ ഒരു ക്ഷേമ വകുപ്പുണ്ട്, വകുപ്പിൽ നിന്ന് കുറെ ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷ സമൂഹങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങളെ ഒരു പ്രത്യേക നിലയിൽ വേർതിരിച്ച് മുസ്ലിം സമൂഹത്തിന് 80% ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യാം, അങ്ങനെയുള്ളൊരു അനുവാദ സ്വീകരണം വെക്കുകയും 20% ആനുകൂല്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് മാത്രം ഈ ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കാം എന്ന രീതിയിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ തന്നെ ഒരു എന്താ പറയുക ഉറപ്പോടുകൂടെ ഇവിടെ എന്താ പറയുക സ്കോളർഷിപ്പുകളും മറ്റു പദ്ധതികളെല്ലാം വിതരണം ചെയ്യുന്നു. അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം കൃത്യമായിട്ടും 80:20 ഒരു അനുവാദ സ്വീകരണം കൃത്യമായിട്ടും കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ. അങ്ങനെ കാണിച്ചുകൊണ്ട് ബ്രാക്കറ്റിൽ മുസ്ലിം ഈസ്റ്റ് മറ്റു മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്.
അപ്പം അത്തരത്തിലുള്ളൊരു വിവേചനം ഇവിടെ രാഷ്ട്രീയപരമായ മേഖലയിൽ നടന്നിട്ടും അതിനെ ചോദ്യം ചെയ്യാതെ 10 വർഷത്തോളം ഇവിടെയുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, സാമൂഹിക പരിഷ്കാരികളായിട്ട് നടക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ ഉള്ളവരാകട്ടെ, ആരും തന്നെ അതിനെ ഒന്ന് എതിർക്കാനോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാനോ പോലും തയ്യാറാകാത്ത അല്ലെങ്കിൽ തയ്യാറാകാൻ പേടിക്കുന്ന ഒരു സംഗതി എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സംഘടിത സംവിധാനങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ പ്രവർത്തന നിലയുറപ്പിച്ചു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. മാത്രമല്ല, ഇതിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എന്താ പറയുക, തികച്ചും വർഗീയപരമായിട്ടുള്ള അവരുടെ സമീപനങ്ങള്, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷനെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട്, അതായത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സിവിൽ കോടതി അധികാരമുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനം പോലെ സംഗതിയാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ. അതുപോലും വർഗീകരിക്കൽപ്പെട്ട് നീങ്ങുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് അന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായത്. ഇന്നും ആ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിൻ്റെതായിട്ടുള്ള ഒരു വലിയ സെമിനാറും, അതായത് നമ്മുടെ ഇപ്പൊ കേരള സർക്കാരിന്റെ പുതിയ വിഷൻ തലങ്ങളിലേക്ക് വരുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു സെമിനാർ നടത്തിയുണ്ടായി വിപുലമായിട്ട്. ആ സെമിനാറിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുപ്പം കണ്ടൊരു കാഴ്ച ഇതാണ്, അവിടെ ക്രൈസ്തവ സമൂഹത്തെ പരിഗണിക്കുന്ന പോലും ഇല്ല അവര്. അതായത് അവരുടെ സമ്മേളന വേദിയിലെ ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങ് ഡയറക്ടർ തൊട്ട് താഴെത്തര വരെയുള്ള ക്ഷേമ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും, എന്നാൽ അതേസമയം മറ്റേ വികസന ധനകാര്യ കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മുടെ സ്റ്റീഫൻ സാർ അവിടെ ഉള്ളൂ. ബാക്കി എല്ലാ തരങ്ങളും തന്നെ ഒരു മുസ്ലിം പ്രാന്ത്യവും അത് നിയന്ത്രിക്കുന്നത് തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന നേതാവായിട്ടുള്ള വ്യക്തിയായിരുന്നു അന്നത്തെ ആ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഘടിത സംവിധാനത്തിലൂടെ ഈ ഒരു ക്ഷേമ വകുപ്പിനെ ഇവർ കൊണ്ടുപോകുന്നതായിട്ടും, മാത്രമല്ല ആ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം വഹിച്ചതും ഈ മൗലവിമാർ അല്ലെങ്കിൽ മുസ്ലിയാർ അല്ലെങ്കിൽ അവരുടെ ഈ മദ്രസ അധ്യാപക ഗണത്തിലുള്ളവർ തന്നെയായിരുന്നു. അവിടെ കൂടുതലും അതിന്റെ അധ്യക്ഷ സ്ഥാനങ്ങളും മറ്റ് വേദികളെല്ലാം തന്നെ അലങ്കരിച്ചു അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവിടെ മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ കൃത്യമായിട്ടും ക്രിസ്ത്യാനികളിലെ പല വിഷയങ്ങളെയും വളച്ചൊടിക്കുന്നതായിട്ട് കണ്ടു. അതായത് അദ്ദേഹം അവിടെ വന്ന് പലതവണ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ JB കോശി കമ്മീഷൻ നടപ്പിലാക്കി, അതിന്റെ ശുപാർശകളെല്ലാം നടപ്പിലാക്കി, വിവിധ വകുപ്പുകളിലൂടെ ഏകദേശം 250ഓളം ശുപാർശകളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 163ഓളം ശുപാർശകളോ മറ്റോ നടപ്പിലാക്കി കഴിഞ്ഞു, ഇതുവരെയായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അവിടെ അവസാന റൗണ്ടിൽ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ റിപ്പോർട്ട് എന്നാണ് പുറത്തുവിടുന്നത്? ഇതിനു മുമ്പ് ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പം ചോദിച്ചായിരുന്നു, ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്, റിപ്പോർട്ട് എന്നാണ് പുറത്തുവിടുന്നത് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി മറുപടി പറഞ്ഞതാണ്, ഈ ശുപാർശകൾ നടപ്പിലാക്കിയെ പറ്റിയാണ് പുള്ളി പറയുന്നത്. അതായത് റിപ്പോർട്ട് എന്ന് പുറത്തു വിടുമെന്ന് പുള്ളി പറയുന്നില്ല, റിപ്പോർട്ട് പുറത്തു വിടാനേ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത്. ഈ ശുപാർശകളെല്ലാം നടപ്പിലാക്കി എല്ലാത്തിന്റെ അവസാനം ഏതോ ഒരു നാളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നൊരു ആഹ്വാനമാണ് പുള്ളി തന്നത്. അപ്പം പുള്ളി ഈ ശുപാർശകൾ നടപ്പിലാക്കിയ ശുപാർശകൾ ഏതാണെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഏതൊക്കെയോ വകുപ്പുകളിൽ ഏകദേശം 160ഓളം കാര്യങ്ങൾ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഉത്തരവില്ല. അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഉള്ള ഒരു വിവരം പോലും പൊതുസമൂഹത്തിനോ ക്രിസ്ത്യാനികൾക്കിടയിലോ ഇല്ലതാനും. അപ്പൊ എന്താണ് പുള്ളിയോട് അർത്ഥമാക്കുന്നത്? ഇതിനകത്ത് പേടിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ 2019 ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നാക്കാവസ്ഥയെ പറ്റി പഠിച്ചത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ്. ആ കമ്മീഷൻ അന്ന് പഠനം നടത്താൻ കാരണം എന്റെയൊക്കെ അപേക്ഷയമേലാണ്. ഞാൻ അപേക്ഷിച്ച് അതിന് പുറകെ നടന്ന് അവരെ കൊണ്ട് അങ്ങനെ ഒരു പഠനം നടത്തിച്ചു. പക്ഷെ അങ്ങനെ കേരളം ഒട്ടാകെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പഠനം നടത്തിയതിൽ ആ റിപ്പോർട്ട് അവർ ഇതുവരെയും സർക്കാരിന് കൊടുക്കാനോ അത് പുറത്തുവിടാനോ അവർ തയ്യാറായിട്ടില്ല. ഓർക്കണം, ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിച്ചിട്ട് അത് പുറത്തുവിടാനോ സർക്കാരിലേക്ക് കൊടുക്കാനോ ഈ ഒരു ജുഡീഷ്യൽ അധികാരമുള്ള സംവിധാനമുള്ള ഈ കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഉടനെ നടപ്പിലാക്കുകയും മുൻകാല പ്രാബല്യത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുകയും അതിന് പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പദ്ധതികളും വരും കാലങ്ങളിൽ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. മാത്രമല്ല, കൃത്യമായ ഒരു തക്കിയ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫോർട്ട് കൊച്ചിയിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ പരിപാടിയിൽ കണ്ടതാണ്. അതായത് അവിടെ താഴെ ഇരുന്ന ഒരു അച്ഛനെയും 2 സിസ്റ്റേഴ്സിനെയും പെട്ടെന്ന് പരിപാടി തുടങ്ങിയ സമയത്ത് ഇവര് മേലോട്ട് വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട കസേരയിട്ട് അവരെ അവിടെ ഇരുത്തുകയാണ്. ഇരുത്തിയതിനു ശേഷം മന്ത്രി സംസാരിക്കാൻ പോയ ഉടനെ തന്നെ അവരൊരു സിസ്റ്ററെ പിടിച്ച് മന്ത്രിയുടെ കസേരയെ കൊണ്ട് ഇരുത്തുകയാണ്.
അങ്ങനെ ഇരുത്തുകയും അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ ആ സിസ്റ്ററെ വിളിച്ച് നടുക്ക് നിർത്തുകയും അങ്ങനെ ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സിസ്റ്ററെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇവരെ കൊണ്ട് സർക്കാരിനെ പറ്റിയും മന്ത്രിയെ പറ്റിയൊക്കെ നല്ല വാക്ക് പറയിപ്പിക്കുകയും ഇത് കൂടാതെ തന്നെ അവസാനം നമ്മുടെ സർക്കാരിന് തന്നെ PR വകുപ്പിൽ നിന്ന് പ്രത്യേക വീഡിയോകൾ സിസ്റ്റേഴ്സിന്റെ എടുത്ത് സർക്കാരിന്റെ നേട്ടങ്ങളും നന്മകളും പറഞ്ഞുകൊണ്ട് പ്രത്യേക വീഡിയോകൾ എടുത്ത് അവര് സിസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്ത സമയത്ത് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ അവസാനം താഴെ ഇങ്ങനെ സിസ്റ്റർ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഈ നമ്മുടെ മറ്റേ പഴയ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയും പഴയ വിഷയങ്ങളെ പറ്റിയും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ മന്ത്രിയോട് സംസാരിച്ചായിരുന്നോ? അതായത് നമ്മുടെ മാർത്തോമ ഭവന്റെ വിഷയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പം വന്ന ഹിജാബ് വിഷയമുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും മന്ത്രിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞത് അതൊക്കെ സോൾവ് ആയില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അപ്പം തന്നെ ശിവൻകുട്ടിയുടെ അന്നത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തില് സിസ്റ്ററിനെതിരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദികളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും തന്നെ ഒരു കൃത്യമായ പരാതികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കാനായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിയിക്കാനായിട്ടോ നമ്മൾ മുതിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് കൃത്യമായി ഇവരെല്ലാം മുതലെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ താണ് വണങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാനായിട്ട് നമ്മൾ ഇരിക്കും, ഇച്ചിരി സുഖിപ്പിച്ചാൽ മതി ഇവരെല്ലാം കൂടെ പോരും എന്ന രീതിയിലുള്ള ഒരു പരിഗണനയിലൂടെയാണ് ഈ സർക്കാർ സംവിധാനവും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളെ ഇപ്പോഴും കാണുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആഗോള തലത്തിലും എല്ലാ കാലങ്ങളിലും ഈ കാലഘട്ടത്തിൽ തന്നെയല്ല, പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. അത് നമുക്കറിയാം. അതായത് ഇപ്പം ഈ ഇസ്രായേലിന്റെ വിഷയമാണെങ്കിലും അവരുടെ പൂർണ്ണമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗാസയിലെ കുട്ടികളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ വേദനയോ പട്ടിണിയോ ഒന്നും തന്നെയല്ല. അതിലൂടെ എങ്ങനെ ജൂതന്മാരെ ഇല്ലാതാക്കാം, അവർക്കെതിരെ പ്രതിഷേധങ്ങൾ കൊണ്ടുവരാം എന്നതിനെ പറ്റി മാത്രമാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ ആഗ്രഹവും അവരുടെ പ്രവർത്തനവും. അതിനൊരു മറ പിടിക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്താനും പൊതുസമൂഹത്തിനെ കൂടെ നിർത്താനായിട്ടാണ് ഈ പട്ടിണി പരിവേഷവും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും. അത് കഴിഞ്ഞ ദിവസം തന്നെ ആകട്ടെ നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂര് ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു ഒരു ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന്റെ ഒരു ആക്രമണത്തില് ആ പോലീസുകാരെ പറഞ്ഞു അവര് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘടിതമായിട്ടാണ് ഒരു പ്രവർത്തന സംവിധാനം ഒരുക്കുന്നുള്ളത്. നമ്മളിവിടെ പേടിക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ്, ഇവിടെ എല്ലാം തന്നെ ഒരു മതപരമായ രീതിയിലേക്ക് ഒരു കലർത്തല് അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇവിടെ നടപ്പിലാക്കിയാണ് എന്നൊരു തോന്നലിലേക്ക് ഇവര് പതുക്കെ നമ്മളെ കൊണ്ടുവരികയും എന്നെങ്കിലും ഒരു ദിവസം ഇത് അള്ളാഹുവിനെതിരെ എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് ഇവരൊരു വിഷയത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്ക് നടത്തുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നാളെ അള്ളാഹുവിന് നേരെ ഇവിടെ എന്തെങ്കിലും സംവിധാനം വന്നു എന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ പോലും അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് തന്നെ ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാരിനോ ഒരു സംവിധാനത്തിനോ ഇവിടെയുള്ള ഒരു സമുദായത്തിനോ പിടിച്ചു കെട്ടാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു വസ്തുത ഇവിടെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രതയും ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹമാകട്ടെ പൊതുസമൂഹമാകട്ടെ പുലർത്തണമെന്നും കൂടെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ വളരെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അമൽ പങ്കുവച്ചത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരികയാണ്, നമ്മുടെ സമയം അതിക്രമിച്ചതിന്. ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി, നമുക്കറിയാം ഈ നുണപ്രചരണം അതിൻ്റെ ഒരു അടിസ്ഥാന രാഹിത്യം തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികൾക്ക് അറിയാം, അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വ്യക്തികൾക്കറിയാം. പക്ഷേ വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നുണപ്രചരണം വളർന്നു വരുന്ന ക്രൈസ്തവ തലമുറയെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പള്ളുരുത്തി ഹിജാബ് വിഷയത്തിൽ തന്നെ നമ്മൾ ക്രൈസ്തവ യുവ തലമുറയുടെ ഇടയിൽ കേരളത്തിലെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ആർക്കൊക്കെ ഈ വിഷയത്തിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എത്ര പെർസെൻറ്റേജ് വ്യക്തികൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് അതിലൊരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങൾ നമ്മുടെ ക്രൈസ്തവ യുവജനതയെ ബാധിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കുവാനുള്ള ഒരു അടിയന്തര നടപടികൾ സമുദായ നേതൃത്വം, സഭാ നേതൃത്വം, ഈ ഹിജാബ് വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയമായിക്കോട്ടെ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മുതൽ വിദേശ വിഷയങ്ങൾ മുതൽ ഏത് വിഷയമായിക്കോട്ടെ അതിനുള്ള ഒരു നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കേണ്ടതല്ലേ ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി? തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം വളരെ പുറകിലാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോ ഇതിനു മുൻപ് ഈ അമൽ ശ്രീക്ക് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ഇടതുമുന്നണി ആകട്ടെ വലതുമുന്നണി ആവട്ടെ അവർ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരേ ഒരു സമുദായത്തിന് വേണ്ടി മാത്രമാണ്.
ആ സമുദായത്തിന് രണ്ട് മുന്നണിയിലും ഒരേപോലെ പിടിപാടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് പരിപൂർണമായും നിഷ്കാസിതരായി പോയി എന്നുള്ളതും ഒരു വസ്തുതയാണ്. നമ്മൾ പൊതുസംവിധാനങ്ങളെ തീരെ ഉപയോഗിക്കാറില്ല. ഈ പൊതുസംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി അത് വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തി വന്നൊരു സമൂഹം ഇവിടെ ഉണ്ട്, ഒരു സമുദായം ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്നും പൊളിറ്റിക്കലി വളരെ കണ്ണിങ് ആയിരുന്നു. അത് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ട്, അടുത്ത ഗവൺമെന്റ് ഇനിയിപ്പോ UDF-ന്റെ ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റ് തന്നെയുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുവാൻ എപ്പോഴും ഇവിടെ ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇഗ്നറന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഈ കൊച്ചു തലമുറ മാത്രമല്ല ഇഗ്നറന്റ് ആയിട്ടുള്ളത്, നമ്മളുടെ സമുദായം തന്നെ ഇഗ്നറന്റ് ആണ്, സമുദായത്തിന് തലപ്പത്തിരിക്കുന്നവർ ഇഗ്നറന്റ് ആണ്. അപ്പൊ തൊട്ട് മുമ്പേ അദ്ദേഹം സ്റ്റേജിലിരുത്തി ഞാൻ പറഞ്ഞ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു. അപ്പം അവിടെ പോയി എന്ത് പർപ്പസിനാണോ പോയത്, പർപ്പസ് സാധിക്കാൻ പറ്റിയില്ല. അവിടെ ഒരു സീറ്റ് കിട്ടി, അതിന്റെ അങ്ങ് മങ്ങിപ്പോയി. നമ്മുടെ സമുദായ നേതൃത്വത്തിന് എപ്പോഴും പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ 4 സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആർക്കെങ്കിലും എടുത്തില്ല, അവരത് ഇങ്ങോട്ട് തരും. പക്ഷെ വലിയ കഷ്ടം കൊണ്ട് അവർ പോകും. കേക്കിന്റെ ഒരു കുഞ്ഞു കഷ്ടമേ നമുക്ക് തരുന്നുള്ളൂ, വലിയ കഷ്ടം കൊണ്ട് അവർ പോകും. ഇപ്പൊ നമ്മൾ ടോട്ടലി ഇഗ്നറന്റ് ആയിപ്പോയി. ഈ UDF-നെയോ LDF-നെയോ താങ്ങിയിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ എല്ലാ ചർച്ചകളിലും എടുത്തു പറയുന്നത്. നമ്മുടെ സഹോദര സമുദായമായ ഹിന്ദുക്കളുമായി കൈ കോർത്തുകൊണ്ടല്ലാതെ ഈ പ്രശ്നത്തെ നമുക്ക് അഡ്രസ് ചെയ്യാനാവില്ല. കാരണം അവരും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്, അവരും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി, നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി. ഈ കേരളം എന്ന് പറയുന്ന ഇവിടുത്തെ ഗവൺമെന്റ്, അത് മാറി മാറി വരുന്ന UDF LDF ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒറ്റ സമുദായത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഈ പറയുന്ന വിഷയത്തില് നമ്മളുടെ സമുദായത്തെ നമുക്ക് ബോധവൽക്കരിക്കണമെങ്കിൽ നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ആളുകൾ എല്ലാവരും തന്നെ പള്ളിയിൽ പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പള്ളികളിലൂടെ ഇടയരഹങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആവശ്യം നമ്മൾക്ക് സമുദായത്തിന്റെ അല്ലെങ്കിൽ മത നേതൃത്വത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു രാഷ്ട്രീയ വളർച്ച നമുക്ക് ആവശ്യമുണ്ട്. കാരണം മത നേതൃത്വത്തിന് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പൊ ആ താല്പര്യങ്ങളല്ലാതെ പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടാവേണ്ടത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഇവിടെ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ മുഴുവൻ താല്പര്യങ്ങളും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. അത് സംസാരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ സമുദായത്തിലെ ലൈറ്റ് തന്നെ വളർന്നു വന്ന് ശക്തി പ്രാപിച്ച് അവര് തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായേ പറ്റൂ. കാരണം അവർക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ ഇടപെടാനാവൂ, മറ്റുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാനാവില്ല. അപ്പൊ സമുദായ നേതൃത്വം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബിഷപ്പുമാരിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്കും അല്ല നോക്കേണ്ടത്. നമ്മളുടെ ഇടയിൽ നിന്ന് പൊളിറ്റീഷ്യൻസ് വളർന്നു വരണം. അവർ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കണം. അത് നമ്മളുടെ താല്പര്യങ്ങൾക്ക് ചേരുന്ന ആളുകളുമായി ചേർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളോട് യാതൊരു താല്പര്യമില്ലാത്ത UDF-നും LDF-നും കൊണ്ട് വോട്ട് കുത്തിയിട്ട് യാതൊരു കാര്യമില്ല. അവർ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. കാരണം നമ്മളെ വെറുതെ അവര് ഒരു ഉപകരണമാക്കുകയാണ്. നമ്മളോട് ഒരു ചിരിച്ചു കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ കൂടെ അവർക്ക് ചെയ്തു കൊടുക്കും, വോട്ട് നമ്മളോട് വാങ്ങും, അധികാരത്തിൽ കയറും. നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഈ 2 സ്കൂൾ തരുമായിരിക്കും, 2 കോളേജ് തരുമായിരിക്കും. അത്തരം കാര്യങ്ങളല്ലാതെ സാധാരണ സമൂഹത്തിന് വേണ്ട ഒരു കാര്യങ്ങളും ഒരു താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് ആക്രമണം കൂടി വന്നു തുടങ്ങി. അപ്പൊ ആക്രമണം കൂടി വന്നു തുടങ്ങിയ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. നമ്മൾ ഈ തക്കിയെ സംബന്ധിച്ചൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് അവരൊരു റവറൻസ് സിസ്റ്ററാണ്. അവരൊന്നും ആർക്കും അങ്ങനെ ടാർണിഷ് ചെയ്യാനൊന്നും പറ്റില്ല. ക്രിസ്തുവിന്റെ കാൽച്ചോട്ട് നിൽക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ പ്രകാശമുണ്ട് അവർക്ക്. അവർ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ ഇരുട്ടിന്റെ ശക്തികള് ഒരു നിമിഷ നേരമാണ് ആ സ്കൂളിൽ നിന്ന് പാലും ചുരുട്ടി ഓടിപ്പോയത്. അവർക്ക് അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. നിൽക്കാൻ കഴിയാതെ അവരുടെ ഒച്ച ഉണ്ടാക്കിയനെ. അതുകൊണ്ട് വാലും ചുരുട്ടി ഓടി TC വാങ്ങി രക്ഷപ്പെട്ടു. ഇപ്പൊ അവസാനം പറയുന്നത് ഞങ്ങൾ വേറെ സ്കൂളിൽ പോയി പഠിച്ചു. ഒക്കെ ശരി തന്നെ. അവരുടെ മുൻപിൽ നിൽക്കാനാവില്ല അവർക്ക്. കാരണം അത് പ്രകാശമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരുന്ന നുണപ്രചരണങ്ങളോട് നമ്മൾ മറുപടി പറയണം. അതിനൊക്കെയാണ് ഷെക്കിനെ പോലെ ചാനലുകൾ ഇപ്പൊ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ചാനലിന്റെ സർക്കുലേഷൻ വളരെ പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. കാരണം നമ്മുടെ സമുദായത്തിലെ ആളുകൾ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. ഈ ചാനൽ ഇത്തരം വിഷയങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് അനലിറ്റിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ പേര് കണ്ടുവരും. അപ്പൊ ഇങ്ങനത്തെ വാർത്താ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത്. നമ്മൾ യൂട്യൂബിലൂടെ ഞാനടക്കമുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രം യൂട്യൂബിൽ വന്ന ആളാണ്. നമ്മുടെ സമുദായം വല്ലാതെ തല്ലുകൊള്ളുന്നു എന്ന് തോന്നിയിട്ടാണ് ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് 5 പൈസ കിട്ടുന്നതുകൊണ്ടല്ല. ഇത് ഈ അതുപോലെ ഓരോരുത്തരായിട്ട് വരും. നമ്മുടെ സമുദായത്തിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ പറ്റുന്നവരത് ചെയ്യുക. പുതിയ ജനറേഷനിലുള്ള ആളുകൾ ഈ പറയുന്ന യൂട്യൂബ് പോലത്തെ മാധ്യമങ്ങൾ കാണുന്നവരാണ്. അപ്പൊ അവിടെ വന്ന് സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുക. നുണയെ നമുക്ക് വളരെ വേഗം പൊളിക്കാൻ സാധിക്കും. നുണയ്ക്കൊന്നും അതിൽ പിടിച്ചു നിൽക്കാനാവില്ല. അച്ഛനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുതെ പച്ചക്കള്ളപ്പറം നിലവാരമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സിസ്റ്ററിനെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ സൂര്യനെ നോക്കി കുരയ്ക്കുന്ന പട്ടി അത് വിട്ടേക്കുക. അത് വലിയ കാര്യമല്ല എന്നാണ് എന്റെ വിചാരം. തീർച്ചയായും വളരെ
വ്യക്തമായിട്ടുള്ള ക്രൈസ്തവ സമുദായം ഗൗരവത്തോടെ എടുക്കേണ്ട ആശയങ്ങൾ തന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കുവയ്ക്കപ്പെട്ടത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങളെ വിവേകത്തോടെ നോക്കിക്കണ്ട് അതിനെ പൊളിച്ചെടുക്കുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങൾക്ക് ഉണ്ടാകട്ടെ. മാത്രമല്ല, വളരെ ജാഗ്രതയോടുകൂടി തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമുദായം മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് സമസ്ത മേഖലകളിൽ നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനാൽ തന്നെ ആത്യന്തികമായിട്ട് വേണ്ടത് ഒരുമയാണ്, ഐക്യമാണ്. എത്രയൊക്കെ തക്കിയകൾ ഇറക്കിയാലും, എത്രയൊക്കെ നുണപ്രചരണങ്ങൾ ഇറക്കിയാലും അവയെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നേരിടാനുള്ള ഒരു സമുദായ ബോധം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോഷി മയ്യാറ്റിൽ, ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒപ്പം തന്നെ ശ്രീ അമൽ സ്രേക്ക്, 4 പേർക്കും നന്ദി.